ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൂട് സമയത്തും ഇഫ്താർ ടൈമിലെല്ലാം നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു മാംഗോ കസ്റ്റാർഡ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് ചവ്വരി ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളത്തിൽ അരമണിക്കൂർ നേരം കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനൊരു സോസ് പാനിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത്രയും ചവ്വരി ഞാൻ വേവിച്ച ശേഷം ഞാനതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ചവ്വരിയെ ഞാൻ ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ അല്പം വെന്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെച്ച ശേഷം ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 ലിറ്റർ പാലിലേക്ക് ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കസ്റ്റാർഡിൻ്റെ ഒരു കുറുക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഈ കസ്റ്റാർഡ് മിശ്രിതം ഞാൻ ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സോസ് പാനിലേക്ക് ബാക്കിയുള്ള പാൽ അങ്ങോട്ട് ഒഴിച്ച് ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ്. ഈ പാല് ചൂടാക്കി എടുത്ത ശേഷം തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പയിൽ അരിച്ചു വെച്ചിരിക്കുന്ന ചവ്വരി നമുക്ക് കുറച്ചായിട്ട് ഈ തിളയ്ക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ആ പാലിൽ കിടന്നുകൊണ്ട് ആ ചവ്വരി ഒന്നും കൂടെ വെന്ത് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതോടുകൂടി പാല് അല്പം കുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ പാല് അല്പം കുറുകി വരും. ഇപ്പോൾ ചവ്വരിയെല്ലാം പാലിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാലിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് ഒഴിച്ച ശേഷം ഇതുപോലെ കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കസ്റ്റാർഡ് ഒഴിക്കുമ്പോഴേക്കും പാല് ഇതുപോലെ കുറുകി വരും. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ സമയത്ത് ഈ ഡ്രിങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇതിലേക്ക് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഞാനൊരു മീഡിയം സൈസ് മാങ്ങ എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കുന്നുണ്ട്. ആ മുറിച്ചെടുത്ത മാങ്ങാ കഷ്ണങ്ങളുടെ പകുതി കഷ്ണങ്ങൾ ഇതുപോലെ ആ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതിനെ ഒരു പ്യൂരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ മാങ്ങയുടെ മിശ്രിതം മിക്സിയിൽ അടിച്ചെടുത്ത് ഒരു പ്യൂരിയാക്കിയ ശേഷം തണുത്ത കസ്റ്റാർഡിൻ്റെ ആ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങയുടെ മിശ്രിതം ആ കസ്റ്റാർഡിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം അത് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിക്കണം. മാങ്ങയുടെ ആ മിശ്രിതം അവിടെ ഇവിടെയൊന്നും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുപ്പിച്ച ശേഷമാണ് ഇത് കുടിക്കാൻ ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച ശേഷം ഇത് മൂടി വെച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു. അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് ഞാനിനി എടുക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച ആ മിശ്രിതം ഞാൻ എടുത്ത് അതിലേക്ക് മാങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനിവിടെ അല്പം കസ്കസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. അതിൽ നിന്നും 2 സ്പൂൺ കസ്കസ് കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ വരെ കസ്കസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശരീരത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നൽകും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഈ ഡ്രിങ്ക് ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ലല്ലോ. ഞാൻ അല്പം ബദാമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. താങ്ക് യു.